2025 ജൂൺ 12-ന് പുലർച്ചെ മിഡിൽ ഈസ്റ്റിൽ യുദ്ധം പൊട്ടിത്തെറിച്ചു. ഇസ്രയേൽ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ നേരിട്ടുള്ള വായുവൈമാനിക ആക്രമണത്തിലേക്ക് കുതിച്ചുകയറി. നടാൻസ്, എസ്ഫഹാൻ, ഫോർഡോ എന്നീ ഇറാനിലെ പ്രധാന ആണവ സങ്കേതങ്ങൾ ലക്ഷ്യമാക്കി 200-ലധികം ഫൈറ്റർ ജെറ്റുകൾ ഇസ്രയേൽ നിയോഗിച്ചു. ഇറാൻ റെവല്യൂഷണറി ഗാർഡ് കോർ IRGC കമാൻഡർമാരുടെ താവളങ്ങളും മിസൈൽ സംവിധാനങ്ങളും തകർത്തതായി റിപ്പോർട്ടുണ്ട്. ഇത് ലോകത്തെ ആകമാനം അതിശയിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഇറാൻ ഇസ്രയേലിന്റെ തലസ്ഥാനങ്ങളായ തെൽ അവീവ്, ഹൈഫ എന്നിവിടങ്ങളിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചു. ഇസ്രയേലിന്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനം മിക്കതും തടഞ്ഞുവെങ്കിലും നിരവധി പ്രദേശങ്ങളിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനിടെ ലെബനനിലെ ഹെസ്ബൊല്ല, ഗാസയിലെ ഹമാസ്, യമനിലെ ഹൗത്തി ഗ്രൂപ്പുകൾ എന്നിവയും യുദ്ധത്തിൽ പ്രവേശിച്ചു. മിഡിൽ ഈസ്റ്റിന്റെ പല ഭാഗങ്ങളിലും എയർ സൈറൻ മുഴക്കി ജനങ്ങൾ പലായനം ചെയ്യുന്നത് ദൃശ്യമായി. യുദ്ധം തുടരുന്നതിനിടെ മരണസംഖ്യ 3000 കടന്നതായാണ് റിപ്പോർട്ടുകൾ.